അപ്പോൾ ഞാനിന്ന് ഇമ്മച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. 1.5 മാസത്തിന് ശേഷമായിട്ടോ ഞാൻ ഇമ്മച്ചിയും കാണുന്നത്. ഞാനും ആപ്പാപ്പിയാണ് തറവാട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത്. പിന്നെ വൈക്കുന്നത് എന്റെ അമ്മനെയും കിട്ടിയിട്ടുണ്ട്. അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ അമ്മായിനെ കേട്ടോ. കൊണ്ടോട്ടി എത്തിയപ്പോൾ ആപ്പാപ്പ ദാ ജുമോക്ക് കയറി. അപ്പൊ ഏകദേശം 1 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റ് ആയി. പിന്നെ വേറെ എവിടെയും കയറിയിട്ടില്ല കേട്ടോ. 2 മണിക്ക് കൃത്യം വെച്ച് ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കരുതി ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ വെച്ച് പുറത്തിറങ്ങും. അറൈവലിന്റെ അവിടെ പോയപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ലഗേജ് കളക്ട് ചെയ്യണം അവിടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. 3/4 മണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഉമ്മച്ചി വന്നത്. പച്ച ഡ്രസ് ഇട്ട് നീല ട്രോളി ഉന്തി വരുന്ന ആളാട്ടോ എന്റെ അമ്മ. 1.5 മാസത്തിന് ശേഷം കാണാനായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ ഇമോഷണൽ ആയി. അറിയാതെ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരും. കരയേണ്ടെന്നൊക്കെ കരുതിയതാട്ടോ. പക്ഷെ നമുക്കുണ്ടല്ലോ ഒരു ആനന്ദ കണ്ണീര് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ മറ്റൊരു കരച്ചിലായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ട ആ എക്സൈറ്റ്മെന്റിൽ പിന്നെ ആ ലഗേജ് കൊണ്ട് ഉമ്മ പുറത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് വീണ്ടും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ കരച്ചിൽ പെട്ടെന്ന് വരാന്നുള്ള സ്വഭാവം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേപോലെ അല്ലതാട്ടോ. അതിപ്പോ ഇനി സന്തോഷം വരികയാണെന്നുണ്ടെങ്കിലും സങ്കടം വരികയാണെങ്കിലും ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ പോലെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഗൈസ്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ. പിന്നെ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് തെരഞ്ഞിട്ടാട്ടോ പോയത്. പക്ഷെ ആദ്യം തന്നെ ചെന്നെത്തിയത് 7-Elevenക്കാണ്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ തന്നെ അപ്പപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 7-Eleven ചീസ് ബോംബ് വേണം. കുറെ ആയിട്ട് ഇതിന് ക്രേവിങ്സ് വരലെടുത്തിട്ട് ഈ ചീസ് ബോംബിന് വേണ്ടിയിട്ട് 7-Eleven എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ചീസ് ബോംബാണ്. പിന്നെ മധുരമുള്ള സംഭവങ്ങൾ വല്ലാതെ കഴിക്കാത്ത ഒരാളാണ് ഞാൻ പൊതുവെ. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. മൊത്തത്തിൽ കഴിക്കൂലെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ ഇതിന് ഞാൻ കഴിക്കും. ഫ്രണ്ടിലിരുന്ന് ഞാനും അപ്പാപ്പി പകുതി മുക്കാലും കഴിച്ചതിന് ശേഷമാട്ടോ ബാക്ക് കോൽക്ക് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി. അവിടുന്ന് ഞാൻ ചിക്കൻ ബിരിയാണി, ആപ്പാപ്പ ബീഫ് ബിരിയാണി, പിന്നെ ഉമ്മ സാധാ മീൽസ് ആണ് പറഞ്ഞത്. പിന്നെ പൊതുവേ എല്ലായിടത്തും ചെന്നാലും മീൽസ് തന്നെ കേട്ടോ കഴിക്കല്. പിന്നെ മമ്മക്ക് ഇതൊന്നും വേണ്ടാത്തോണ്ട് മമ്മക്ക് ഒരു ക്വാർട്ടർ മന്തി റൈസും വാങ്ങി. പിന്നെ കാന്താരി ബീഫും ആട്ടോ വാങ്ങിയത്. ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി ഓല് കൊണ്ടുവന്നത് ഫുൾ ആയിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് ഹാഫാണ്. അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ കൊടുത്തിട്ട് പിന്നെ ഹാഫ് തന്നെ കൊണ്ടുവന്നു. വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കണം. എന്നിട്ട് തന്നെ അതിന് തന്നെ ബാക്കിയായിരുന്നു. പിന്നെ ആ ചീസ് ബോംബ് കഴിച്ചുകൊണ്ട് തന്നെ വയറിലധികം സ്ഥലം ഉണ്ടായിരുന്നില്ല. അമ്മ ഇറങ്ങുന്നത് 2 മണിക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ആപ്പാപ്പാക്ക് ഒരു പേടി കേട്ടോ. ആപ്പാപ്പ ഏത് കോലത്തിലാണെന്നുള്ളത്. ഇപ്പൊ ബൽക്കൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ പേടിയാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തൊക്കെയാ വീഡിയോ എടുക്കാന്നുള്ളത്. പിന്നെന്താ എന്നത്തെയും പോലെ തന്നെ പെട്ടി പൊട്ടിക്കല്, വിതരണം ചെയ്യല്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.